ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ കൊണ്ടാടുന്ന ദിവസമാണല്ലോ. നമ്മുടെ കർത്താവിൻ്റെ രൂപാന്തരീകരണം ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച പത്രോസ് സ്ലീഹായെയും യാക്കോബ് സ്ലീഹായെയും യോഹന്നാൻ സ്ലീഹായും ഒക്കെ ഏറ്റവും കൊതിയോടുകൂടെ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഈശോയോട് ചേർന്നിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രൂപാന്തരീകരണത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ ഈശോ തന്നൊരു ചിന്ത, ഈശോയുടെ മുഖം സൂര്യനെപ്പോലെ വെട്ടിത്തിളങ്ങിയതായിട്ട് അപ്പോസ്തലന്മാർ കണ്ടു. അത് അന്ന് മാത്രം സംഭവിച്ച കാര്യമായിരിക്കുമോ? തീർച്ചയായിട്ടും അല്ല. ഈശോ പലപ്പോഴും തനിയെ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷത്തിൽ. അപ്പോൾ അപ്പോഴൊക്കെ പിതാവായ ദൈവവുമായിട്ടുള്ള മുഖാഭിമുഖ ആ ഇരിപ്പ്, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈശോയുടെ മുഖത്തേക്ക് പിതാവിൻ്റെ മുഖത്തിൻ്റെ തേജസ് വന്ന് പതിച്ചതാണ് അവൻ്റെ മുഖം സൂര്യനെപ്പോലെ വെട്ടിത്തിളങ്ങാൻ കാരണമായി മാറിയത്. നമ്മളൊരു ലൈറ്റിൻ്റെ മുമ്പിൽ ചെന്നിട്ട് കൂടുതൽ അതിനോട് അടുത്തടുത്ത് വരുംതോറും നമ്മുടെ മുഖത്ത് ആ വെട്ടം ഇങ്ങനെ കൂടുതൽ പ്രകാശിതമായി നമ്മുടെ മുഖം തിളങ്ങില്ലേ? അതുപോലെ പിതാവായ ദൈവത്തോട് നമ്മുടെ കർത്താവ് ചേർന്ന്, അങ്ങനെ പിതാവ് പുത്രങ്ങൾ അങ്ങനെ ചേർന്നിരിക്കുന്ന സമയത്ത് അവിടുത്തെ മുഖം അങ്ങനെ വെട്ടിത്തിളങ്ങി. പ്രിയമുള്ള സഹോദരങ്ങളെ, അന്ന് അപ്പോസ്തലന്മാരെ കൂടെ കൊണ്ടുപോകാൻ കർത്താവ് തീരുമാനിച്ചു. തിരഞ്ഞെടുത്തത് 12 പേരിൽ നിന്ന് 3 പേരെ മാത്രമാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇന്ന് BLM ധ്യാന കേന്ദ്രത്തിലെ ഏകദിന ധ്യാന ശുശ്രൂഷയ്ക്ക് ക്ലാസ് എടുക്കാൻ പോയി ഈശോ തന്നൊരു ചിന്ത പറഞ്ഞുകൊണ്ടിരിക്കാനിടയ്ക്ക് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, ശരിക്കും പത്രോസിനെയും യോഹന്നാനെയും മാത്രമായിരിക്കും കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പത്രോസും യോഹന്നാനൊക്കെ നമ്മൾ സുവിശേഷങ്ങളിൽ പലപ്പോഴും ഈശോയുടെ കൂടെ നിൽക്കുന്നതും ഈശോയുടെ വിശ്വാസം പ്രഖ്യാപനം നടത്തുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കർത്താവിനെ ഏറ്റുപറയുന്നവരെയാണ് കൊണ്ടുപോകേണ്ടതെങ്കിൽ ശരിക്കും കൊണ്ടുപോകേണ്ടത് തോമാസ് ലീഹായാണ്, അല്ലേ? അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാമെന്ന് പറഞ്ഞ് ഈശോടൊപ്പം മരിക്കാൻ തയ്യാറായ ശിഷ്യനാണ് തോമാസ് ലീഹ. പക്ഷേ തോമാസ് ലീഹയെ കൊണ്ടുപോയില്ല, പകരം യാക്കോബ് സ്ലീഹയെ കൊണ്ടുപോയി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്തുകൊണ്ടായിരിക്കും അത്? അപ്പോൾ യാക്കോബും യോഹന്നാനും സഹോദരങ്ങളായതുകൊണ്ട് അതിലൊരാളെ കൊണ്ടുപോയാൽ മറ്റേയാൾക്ക് വിഷമാവുമെന്ന് പേടിച്ചിട്ട് അല്ലെങ്കിൽ വിഷമിച്ചിട്ട് വിചാരിച്ചിട്ട് കൊണ്ടുപോയതായിരിക്കാൻ സാധ്യതയെന്ന് എനിക്ക് തോന്നുകയാണ്. എന്തായാലും ഈശോയുടെ രൂപാന്തരീകരണം ദർശിക്കാൻ ഭാഗ്യം കിട്ടിയ ശിഷ്യന്മാർ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവരെ മാത്രം ഈശോനെ തിരഞ്ഞെടുത്തത്? 12 പേരെയും കൊണ്ടുപോയില്ല, അവരെ മാത്രം പ്രത്യേകം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഈശോയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നവരുണ്ടോ? ഞാനിന്ന് ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് അവരോട് ചോദിച്ചു, നിങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരല്ലേ, ഇവിടെ സ്തോത്രക്കാഴ്ച എടുക്കുമല്ലോ. ആ സ്തോത്രക്കാഴ്ച എടുക്കുന്ന സമയത്ത് ഈശോയ്ക്ക് വേണ്ടി എല്ലാം ത്യജിക്കുകയാണെന്ന് പറഞ്ഞ് ആ ബസ് കാശ്, തിരിച്ചു പോകാനുള്ള ബസ് കാശ് ഉൾപ്പെടെ സ്തോത്രക്കാഴ്ചയിൽ ഇടാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ കൈ ഉയർത്താൻ പറഞ്ഞു. ഒറ്റ ആളും കൈ ഉയർത്തിയില്ല. എന്നുവെച്ചാൽ പൂർണ്ണമായിട്ടും ദൈവാശ്രയ ബോധത്തിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് പറ്റാത്തിടത്തോളം കാലം ഈശോ നമ്മിൽ ഇടപെടില്ല, നമ്മളെ രൂപാന്തരീകരണം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയില്ല. അപ്പോൾ അപ്പോസ്തലന്മാരായ പത്രോസ് സ്ലീഹായും യോഹന്നാൻ സ്ലീഹായും അതുപോലെ യാക്കോബ് സ്ലീഹയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ അർത്ഥം പൂർണ്ണമായും അവർ ഈശോയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. വിട്ടുകൊടുക്കാൻ എവിടെയൊക്കെ തയ്യാറാകുന്നു അവിടെയൊക്കെ അത്ഭുതകരമായ ഇടപെടലുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് നമ്മുടെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങാൻ ഇടവരാം? നമ്മളവിടെ ഈശോയുടെ അടുത്ത് മുഖാഭിമുഖം അടുത്തിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയവും ഒരുപോലെ ആയിത്തീരുന്ന സമയത്താണ് നമ്മുടെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നത് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും ഈ ധ്യാന കേന്ദ്രങ്ങളൊക്കെ പോകുമ്പോൾ നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ അണക്കരയിലൊക്കെ പോകുമ്പോൾ അച്ഛനിങ്ങനെ വരുന്നത് നമ്മൾ കൊതിയോടെ നോക്കിയിരിക്കാറില്ലേ? അച്ഛൻ വരുന്നുണ്ട് എന്ന് നമുക്ക് ശരീരത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങും. അത്രയ്ക്കും ഒരു എന്താ പറയുക, ഒരു ആത്മീയമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ അണക്കരയിലെ അച്ഛനുണ്ട് എപ്പോഴും, അല്ലേ? അപ്പോൾ അതുപോലെ അതെന്തുകൊണ്ടാണ് കിട്ടുന്നത്? ഈശോയായിട്ട് അടുത്തിരിക്കുന്നത് കൊണ്ട് ആ പ്രകാശം നമ്മുടെ മുഖത്തേക്ക് കടന്നുവരാണ്. അപ്പോൾ ഈ രൂപാന്തരീകരണ തിരുനാൾ ദിനത്തിൽ നമ്മുടേതായ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകാൻ, അപ്പോൾ ഇങ്ങനെ പിടിവിട്ടുകൊണ്ട് ഈശോയെ സ്നേഹിക്കാൻ. നിലവിളി എന്ന് പറയുന്നത് എന്താണ്? നില കിട്ടില്ല, നില വിട്ടുപോയവൻ്റെ വിളിയാണ് നിലവിളി. ഇനിയൊന്നും ചെയ്യാനില്ല, ഈശോ മാത്രമേ ആശ്രയമുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോഴാണ് ഈശോ നമ്മളിങ്ങനെ ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ 3 അപ്പോസ്തലന്മാരിലും എനിക്ക് ഏറ്റവും ഒരു തരം അസൂയ തോന്നുന്നത് യോഹന്നാൻ സ്ലീഹയോടാണ്. കാരണം എന്താ? യോഹന്നാൻ സ്ലീഹയാണ് അവസാനം വരെ ഈശോയോട് ചേർന്ന് നിന്നത്. യോഹന്നാൻ സ്ലീഹയാണ് ഈശോയുടെ വക്ഷസിലേക്ക് ചാരിക്കിടക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു ശിഷ്യൻ. യോഹന്നാൻ സ്ലീഹ പോലെ ആകാം നമുക്ക്. ഈശോയുടെ ഈ രൂപാന്തരീകരണ തിരുനാളിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മെ കർത്താവ് അനുഗ്രഹിക്കും.
വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ, എളിമപ്പെടാൻ തയ്യാറായാൽ ഈശോയുടെ മുഖം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മുഖം ഈശോയുടെ പോലെ ആകണം. ആ ഒരു ആഗ്രഹത്തോടു കൂടി ഇന്ന് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും രൂപാന്തരീകരണ തിരുനാളിൻ്റെ മംഗളാശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.